ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഈസ്റ്ററായിട്ട് നമ്മളെന്നും പച്ചക്കറി. ഇന്ന് ഒരു അവിയലാണ് കേട്ടോ, പാലക്കാട് അവിയൽ. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത അവിയലാണ്. അതെങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, കഷ്ണമൊക്കെ നീളത്തിൽ നുറുക്കിയെടുക്കണം. ബീൻസ് അല്ലത്, കൊത്തമര. ബീൻസ് വേറെയാണ്. എപ്പോഴും തെറ്റും. ഇന്ന് 2 മാങ്ങ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു സങ്കട വാർത്ത പറയാനുണ്ട്. നമ്മൾ അന്ന് ഉപ്പിലിട്ട മാങ്ങ കേടുവന്ന് പോയി. കുറച്ച് തേങ്ങ, ഒരു മുറി. എന്തോ ഒരു കൈ കൊണ്ട് തരുകയാണ്. ഏട്ടൻ വരുന്നുണ്ടേ. വിളിച്ചില്ല കേട്ടാ. തേങ്ങ എനിക്ക് വയ്യ. ഇന്നലെ എങ്ങനെയാ ചെറുകി ഞങ്ങൾ ഇന്ന് ചെറുകില്ല. ഊണ്ടെടുക്കണേ ബെസ്റ്റ്. അതെ, അതിനൊന്നാം ഞാൻ നമുക്ക് അവിയൽ വെക്കാം. ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു ചെറിയ കഷ്ണം ചേന നീളത്തിലരിഞ്ഞാണ് കേട്ടോ. പോയി. പിന്നെ ഒരു 3 ക്യാരറ്റ്, 2 മുരിങ്ങക്കായ്, പിന്നെ കൊത്തവരക്കാട്ടോ. എന്താ കൊത്തവര, ബീൻസ് അല്ല കൊത്തവരക്ക. എനിക്ക് തെറ്റിപ്പോയി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പാലക്കാട് സ്പെഷ്യൽ അവിയലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊന്ന് വേഗട്ടെ, തിളക്കട്ടെ. തിളച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴേക്ക് തേങ്ങ അരക്കാട്ടെ. ഒരു മുറി തേങ്ങ, 4 പച്ചമുളക് ഇട്ടാ. 4 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത് 3 കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അവിയൽ വെന്താ നോക്കാം. കഷ്ണം ചേന ഉപ്പിട്ട വേവില്ല പെട്ടെന്ന്, അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ഇല്ല, വെള്ളം വറ്റണം. അവിയൽ കഴിച്ചോണ്ടേ. ഒന്നും കൂടി ആവട്ടെ. കഷ്ണമൊക്കെ വെന്തുട്ടാ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. നല്ല പുളിയുള്ള തൈരിട്ടാണ്. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അവിയലിൽ മഞ്ഞപ്പൊടി ഇടില്ല കേട്ടോ, അതാണ് പ്രത്യേകത. നല്ല ഡ്രൈ ആയിരിക്കും. പാലക്കാടിൻ്റെ നല്ല ഡ്രൈ ആയിട്ടതാ. ഇനി വേണ്ടോളം കറിവേപ്പില,
ഫ്രഷ് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓഫാക്കുക. കാട്ടി പൊത്തി അങ്ങോട്ട് വയ്ക്കുക. കഴിക്കാറാകുമ്പോൾ എടുക്കുക. ഞങ്ങൾ പാലക്കാട് അവിയൽ അതുപോലെ വെക്കാത്തവരൊന്നും ഒരു പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കളർഫുൾ വെളുത്ത അവിയൽ. നമുക്ക് സിമ്പിളായിട്ടൊരു സാമ്പാർ വയ്ക്കാം. മുരിങ്ങക്കായ് സാമ്പാറാണ് കേട്ടോ. തുവരപ്പരിപ്പ് ഒരു 1/2 ഗ്ലാസ് ഉണ്ട്. ചെറിയൊരു കഷ്ണം കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു വിസിൽ വരട്ടെ. പരിപ്പ് വെന്താ നോക്കാം. നന്നായി വെന്തു കേട്ടോ. ഒറ്റ വിസിലിൽ പരിപ്പ് വെന്തു. 4 മുരിങ്ങക്കായ്, ഒരു വലിയൊരു തക്കാളി, ഒരു സവാള. പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട. അത്ര എരിവില്ല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്ന് വേകട്ടെ. നമ്മുടെ മുരിങ്ങക്കായ് വെന്തോ. കുറച്ച് വാളംപൊടി ഒഴിച്ച് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചു കേട്ടോ സാമ്പാർ. ഇനി താളിക്കാം. സിമ്പിൾ സാമ്പാർ. ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. കറിവേപ്പില, ഇട്ടതേ കണ്ടുള്ളൂ, പിന്നെ ആളെ കണ്ടില്ല. കുറച്ച് ഉലുവാപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, കേട്ടാ. സൂപ്പർ അവിയൽ. ട്രൈ ആയിട്ട് ഈ അവിയൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം. പിന്നെ മുട്ട വറുത്തത്, സിമ്പിൾ സാമ്പാർ. ഞങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഉണ്ണി അപ്പുറത്തുണ്ട്, വീഡിയോ എടുക്കുന്ന അവൾക്ക് മലമ്പ് വെച്ചിട്ടുണ്ട്. സൂപ്പർ. നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ കമൻറ്റ് ചെയ്യട്ടെന്ന്. ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഞാൻ ഊണായിട്ട്